2 സമൂവേൽ അധ്യായം 14. അബ്സലോമിന്റെ തിരിച്ചുവരവ്. രാജാവിന്റെ ഹൃദയം അബ്സലോമിനെ പാർത്തിരിക്കുന്നെന്ന് സെരൂയയുടെ മകൻ യോവാബ് ഗ്രഹിച്ചു. അതുകൊണ്ട് അവൻ തെക്കോവായിലേക്ക് ആളയച്ച് സമർത്ഥയായ ഒരു സ്ത്രീയെ വരുത്തി. നീ ഒരു വിലാപക്കാരിയായി നടിക്കുക. വിലാപവസ്ത്രം ധരിച്ച് തൈലം പൂശാതെ മരിച്ചവനെക്കുറിച്ച് വളരെ ദിവസങ്ങളായി ദുഃഖിച്ചിരിക്കുന്ന സ്ത്രീയെപ്പോലെ പെരുമാറുക. എന്നിട്ട് രാജസന്നിധിയിൽ ചെന്ന് ഞാൻ പറയുന്നത് പറയുക എന്ന് യോവാബ് അവളോട് ആവശ്യപ്പെട്ടു. പിന്നെ പറയേണ്ട കാര്യം അവൻ അവൾക്ക് വിവരിച്ചു കൊടുത്തു. തെക്കോവാക്കാരി രാജസന്നിധിയിൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. അവൾ പറഞ്ഞു, തിരുമേനി, സഹായിക്കണമേ. എന്താണ് നിന്റെ പ്രശ്നം? രാജാവ് ചോദിച്ചു. അവൾ പറഞ്ഞു, അടിയൻ ഒരു വിധവയത്രേ. എന്റെ ഭർത്താവ് മരിച്ചുപോയി. അങ്ങയുടെ ദാസിക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ വയലിൽ വച്ച് വഴക്കിട്ടു. അവരെ പിടിച്ചു മാറ്റാൻ ആരുമില്ലായിരുന്നു. ഒരുവൻ മറ്റവനെ അടിച്ചു കൊന്നു. ഇപ്പോഴോ എന്റെ ചാർച്ചക്കാരെല്ലാവരും ഈ ദാസിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. സഹോദരനെ കൊന്നവനെ വിട്ടുതരിക. മരിച്ചവനു വേണ്ടി ഞങ്ങൾ പ്രതികാരം ചെയ്യട്ടെ. അങ്ങനെ അവന്റെ വംശം നശിപ്പിക്കട്ടെ എന്ന് പറയുന്നു. ശേഷിച്ചിരിക്കുന്ന കനൽ കൂടി അവർക്കെടുത്തും. എന്റെ ഭർത്താവിന്റെ നാമം നിലനിർത്താൻ ഭൂമുഖത്ത് ഒരവകാശി പോലും ഇല്ലാതെയാകും. അപ്പോൾ രാജാവ് പറഞ്ഞു, വീട്ടിലേക്ക് മടങ്ങുക. നിന്റെ കാര്യത്തിന് ഞാൻ നിർദ്ദേശം കൊടുത്തുകൊള്ളാം. തെക്കോവാക്കാരി പറഞ്ഞു, തിരുമേനി, കുറ്റം എന്റെയും എന്റെ പിതൃഗ്രഹത്തിന്റെയും മേൽ ഇരിക്കട്ടെ. രാജാവും സിംഹാസനവും കുറ്റസ്പർശമേൽക്കാതിരിക്കട്ടെ. ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. അവൻ നിന്നെ വീണ്ടും ശല്യപ്പെടുത്തുകയില്ല. രാജാവ് കൽപ്പിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, രക്തത്തിന് പ്രതികാരം ചെയ്യാൻ വീണ്ടും കൊല നടത്തി എന്റെ മകനെ നശിപ്പിക്കാൻ ഇടവരാതിരിക്കാൻ തിരുമേനി അങ്ങയുടെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമേ. രാജാവ് പറഞ്ഞു, കർത്താവാണേ, നിന്റെ മകന്റെ തലയിലെ ഒരു മുടി പോലും വീണുപോവുകയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, തിരുമേനി, അങ്ങയുടെ ദാസി ഒരു വാക്കുകൂടി ബോധിപ്പിച്ചുകൊള്ളട്ടെ. പറയുക. രാജാവ് അനുവദിച്ചു. അവൾ പറഞ്ഞു, പിന്നെ എന്തുകൊണ്ട് ദൈവത്തിനെതിരായി അങ്ങ് ഇതേ തെറ്റ് ചെയ്തിരിക്കുന്നു? പ്രവാസത്തിൽ നിന്ന് സ്വപുത്രനെ മടക്കി കൊണ്ടുവരാത്തതുകൊണ്ട് അങ്ങയെ തന്നെ കുറ്റം വിധിച്ചിരിക്കുന്നു. നാം എല്ലാവരും മരിക്കും. നിലത്ത് വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ വയ്യാത്ത വെള്ളം പോലെയാണ് നാം. ബഹിഷ്കരിച്ചവനെ എന്നും പരിത്യക്തനായി ഉപേക്ഷിക്കാതിരിക്കാനുള്ള മാർഗം തേടുന്നവന്റെ ജീവനിൽ ദൈവം കൈവയ്ക്കുകയില്ല. ജനം എന്നെ ഭയപ്പെടുത്തിയതുകൊണ്ടാണ് ഇക്കാര്യം എന്റെ യജമാനനായ രാജാവിനോട് പറയാൻ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ചിന്തിച്ചു, രാജാവിനോട് പറയാം. ഈ ദാസിയുടെ അപേക്ഷ രാജാവ് നിറവേറ്റിത്തരും. എന്നെയും എന്റെ പുത്രനെയും കൊന്ന് ദൈവത്തിന്റെ അവകാശത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അങ്ങ് എന്റെ വാക്ക് കേട്ട് എന്നെ രക്ഷിക്കും. എന്റെ യജമാനനായ രാജാവിന്റെ വാക്ക് എനിക്ക് സ്വസ്ഥത തരും. എന്തെന്നാൽ നന്മയും തിന്മയും വിവേചിച്ചറിയുന്നതിൽ എന്റെ യജമാനനായ രാജാവ് ദൈവദൂതനെ പോലെയാണ്. അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ, നീ സത്യം പറയണം. രാജാവ് അവളോട് പറഞ്ഞു, യജമാനനെ അരുളി ചെയ്താലും. അവൾ പറഞ്ഞു. രാജാവ് ചോദിച്ചു, ഇതിന്റെ എല്ലാം പിന്നിൽ യോവാബിന്റെ കരങ്ങളാണോ ഉള്ളത്? യജമാനനെ, അവിടുത്തെ ചോദ്യത്തിന് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുകയില്ല. അങ്ങയുടെ ദാസൻ യോവാബ് തന്നെയാണ് എന്നെ പ്രേരിപ്പിച്ചത്. അവൻ തന്നെയാണ് ഈ വാക്കുകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. എന്നാൽ കാര്യങ്ങളെല്ലാം നേരെയാക്കാനാണ് യോവാബ് ഇത് ചെയ്തത്. ഭൂമിയിലുള്ള സകലതും അറിയത്തക്ക വിധം ദൈവദൂതനെ പോലെ ജ്ഞാനിയാണ് അവിടുന്ന്. അവൾ പറഞ്ഞു. രാജാവ് യോവാബിനോട് പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ചെന്ന് അബ്സലോം കുമാരനെ കൂട്ടിക്കൊണ്ടുവരിക. യോവാബ് രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു പറഞ്ഞു, യജമാനനെ, ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. അങ്ങേക്ക് അടിയനിൽ പ്രീതിയുണ്ടെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അങ്ങ് അടിയന്റെ അപേക്ഷ അനുവദിച്ചല്ലോ. യോവാബ് ഗഷൂറിൽ ചെന്ന് അബ്സലോമിനെ ജെറൂസലേമിൽ കൂട്ടിക്കൊണ്ടുവന്നു. അവൻ സ്വഭവനത്തിൽ താമസിക്കട്ടെ. എനിക്ക് അവനെ കാണേണ്ട. രാജാവ് കൽപ്പിച്ചു. അങ്ങനെ അബ്സലോം രാജസന്നിധിയിൽ വരാതെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു. ഇസ്രായേലിലെങ്ങും അബ്സലോമിനെ പോലെ സൗന്ദര്യവാനായി ആരും ഉണ്ടായിരുന്നില്ല. അടിമുതൽ മുടിവരെ തികവുറ്റവനായിരുന്നു അവൻ. അവന്റെ മുടി വെട്ടുമ്പോൾ വർഷത്തിലൊരിക്കലാണ് അത് വെട്ടുക. മുടി വളർന്ന് ഭാരമാകുന്നത് കൊണ്ടത്രേ വെട്ടുന്നത്. കത്രിച്ചു കളയുന്ന മുടി രാജതൂക്കത്തിന് 200 ഷെക്കൽ ഭാരമുണ്ടായിരുന്നു. അബ്സലോമിന് 3 പുത്രന്മാരും താമാർ എന്നു പേരുള്ള ഒരു പുത്രിയും ജനിച്ചു.
അവൾ അതീവ സുന്ദരിയുമായിരുന്നു. രാജസന്നിധിയിൽ ചെല്ലാതെ 2 സംവത്സരം അബ്സലോം ജെറൂസലേമിൽ താമസിച്ചു. രാജാവിന്റെ അടുത്തേക്ക് അയക്കേണ്ടതിന് അവൻ യോവാബിനെ വിളിപ്പിച്ചു. എന്നാൽ യോവാബ് അവന്റെ അടുക്കൽ ചെന്നില്ല. അവൻ 2ാമതും ആളയച്ചു. യോവാബ് ചെന്നില്ല. അപ്പോൾ അബ്സലോം ദാസന്മാരോട് പറഞ്ഞു, നോക്കൂ, യോവാബിന്റെ വയൽ എന്റേതിന് അടുത്താണല്ലോ. അതിൽ യവം വളരുന്നു. നിങ്ങൾ ചെന്ന് അതിന് തീ വയ്ക്കൂ. അങ്ങനെ അബ്സലോമിന്റെ ഭൃത്യന്മാർ വയലിന് തീ വച്ചു. യോവാബ് അബ്സലോമിന്റെ വീട്ടിൽ ചെന്ന്, നിന്റെ ദാസന്മാർ എന്റെ വയലിന് തീ വച്ചതെന്തിന് എന്ന് അവനോട് ചോദിച്ചു. ഞാൻ വിളിച്ചിട്ട് നീ വരാത്തതുകൊണ്ട് തന്നെ. ഗഷൂറിൽ നിന്ന് ഞാൻ ഇവിടെ വന്നതെന്തിന്? അവിടെ താമസിക്കുകയായിരുന്നു കൂടുതൽ നല്ലത് എന്ന് നിന്നെ അയച്ച രാജാവിനോട് എനിക്ക് പറയണമായിരുന്നു. അബ്സലോം മറുപടി പറഞ്ഞു. അവൻ തുടർന്നു, ഞാൻ രാജസന്നിധിയിൽ ചെല്ലട്ടെ. എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ. അപ്പോൾ യോവാബ് രാജസന്നിധിയിൽ ചെന്ന് വിവരം പറഞ്ഞു. രാജാവ് അബ്സലോമിനെ വിളിപ്പിച്ചു. അങ്ങനെ അവൻ വന്ന് രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു. രാജാവ് അബ്സലോമിനെ ചുംബിച്ചു. 2 സാമുവേൽ അധ്യായം 15. അബ്സലോമിന്റെ സൈനിക വിപ്ലവം. അബ്സലോം ഒരു രഥത്തെയും കുതിരകളെയും 50 അകമ്പടിക്കാരെയും സമ്പാദിച്ചു. അവൻ അതിരാവിലെ നഗരവാതിൽക്കൽ വഴിയരികെ നിൽക്കുക പതിവായിരുന്നു. ആരെങ്കിലും രാജസന്നിധിയിൽ വ്യവഹാരം തീർക്കാൻ ആ വഴി വന്നാൽ അബ്സലോം അവനെ വിളിച്ച് ഏതു പട്ടണത്തിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കും. പട്ടണം ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സലോം അവനോട് പറയും, നിന്റെ കാര്യം വളരെ ന്യായമാണ്. പക്ഷേ നിന്റെ വ്യവഹാരം കേൾക്കാൻ രാജാവ് ആരെയും നിയോഗിച്ചിട്ടില്ലല്ലോ. ഞാനൊരു ന്യായാധിപനായിരുന്നെങ്കിൽ വഴക്കും വ്യവഹാരവുമുള്ള ആർക്കും എന്റെ അടുക്കൽ വരാമായിരുന്നു. ഞാൻ അവർക്ക് നീതി നടത്തി കൊടുക്കുമായിരുന്നു. ആരെങ്കിലും അടുത്തു വന്ന് വണങ്ങാൻ ഒരുമ്പിട്ടാൽ അവൻ കൈനീട്ടി അവനെ പിടിച്ച് ചുംബിക്കും. രാജാവിന്റെ തീർപ്പിനായി വന്ന എല്ലാ ഇസ്രായേല്യരോടും അബ്സലോം ഇപ്രകാരം ചെയ്തു. അങ്ങനെ അവൻ അവരുടെ ഹൃദയം വശീകരിച്ചു. 4 വർഷം കഴിഞ്ഞ് അബ്സലോം രാജാവിനോട് പറഞ്ഞു, കർത്തൃസന്നിധിയിൽ എടുത്ത വ്രതം അനുഷ്ഠിക്കാൻ ഹെബ്രോണിലേക്ക് പോകാൻ എന്നെ അനുവദിച്ചാലും. കർത്താവ് എന്നെ ജെറൂസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ ഹെബ്രോണിൽ അവിടുത്തെ ആരാധിക്കും എന്ന് ആരാമിലെ ഗഷൂറിലായിരിക്കുമ്പോൾ ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. സമാധാനത്തോടെ പോവുക, രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ ഹെബ്രോണിലേക്ക് പോയി. എന്നാൽ അബ്സലോം ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലേക്കും ദൂതന്മാരെ രഹസ്യമായി അയച്ചു പറഞ്ഞു, കാഹളനാദം കേൾക്കുമ്പോൾ അബ്സലോം ഹെബ്രോണിൽ രാജാവായിരിക്കുന്നു എന്ന് വിളിച്ചു പറയുവിൻ. ജെറൂസലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 200 പേർ അബ്സലോമിനോടുകൂടെ പോയിരുന്നു. അബ്സലോമിന്റെ ഗൂഢാലോചന അറിയാതെ ശുദ്ധഗതി കൊണ്ടാണ് അവർ പോയത്. ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്സലോം ദാവീദിന്റെ ഉപദേഷ്ടാവായ അഹിതോഫെലിനെ അവന്റെ പട്ടണമായ ഗിലോയിൽ നിന്ന് ആളയച്ചു വരുത്തി. രാജാവിനെതിരായ ഗൂഢാലോചന ശക്തിപ്പെട്ടു. അബ്സലോമിന്റെ സംഘം വലുതായി. ഇസ്രായേലിയർ അബ്സലോമിനോട് കൂറ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ഒരു ദൂതൻ ദാവീദിനെ അറിയിച്ചു. അപ്പോൾ ദാവീദ് ജെറൂസലേമിൽ തന്നോടുകൂടെയുള്ള അനുചരന്മാരോട് പറഞ്ഞു, നമുക്ക് ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്സലോമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. വേഗമാകട്ടെ, അവൻ നമ്മെ പിന്തുടർന്ന് നശിപ്പിക്കുകയും നഗരത്തിലുള്ള സകലരെയും കൊന്നുകളയുകയും ചെയ്യും. അവർ പറഞ്ഞു, അങ്ങയുടെ ഏതാജ്ഞയും ഈ ദാസന്മാർ നിവർത്തിക്കും. അങ്ങനെ രാജാവ് കുടുംബസമേതം പുറപ്പെട്ടു. കൊട്ടാരം സൂക്ഷിക്കാൻ 10 ഉപനാരികളെ മാത്രം അവിടെ നിർത്തി. രാജാവും കൂടെയുള്ളവരും ദൂരെ ഒരിടത്ത് ചെന്ന് നിന്നു. അവന്റെ ദാസന്മാരെല്ലാം അവന്റെ അരികെ കൂടെ കടന്നുപോയി. ക്രേത്യരും പെലേത്യരും ഗത്തിൽ നിന്ന് അവനോട് ചേർന്ന 600 പേരും രാജാവിന്റെ മുൻപിലൂടെ കടന്നുപോയി. ഗിത്യനായ ഇത്തായിയോട് രാജാവ് പറഞ്ഞു, നീ ഞങ്ങളോടൊപ്പം പോരുന്നതെന്തിന്? തിരിച്ചു ചെന്ന് പുതിയ രാജാവിനോട് ചേർന്നുകൊള്ളുക. നീ വിദേശിയും സ്വദേശത്ത് നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടവനുമാണല്ലോ. ഇന്നലെ മാത്രം എത്തിയ നീ എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത എന്നോടൊപ്പം അലയുകയോ? സഹോദരന്മാരെയും കൂട്ടി തിരിച്ചു പോവുക. കർത്താവ് നിന്നോട് ദയയും വിശ്വസ്തതയും കാണിക്കട്ടെ. ഇത്തായി മറുപടി പറഞ്ഞു, മരണമോ ജീവിതമോ ആകട്ടെ, അങ്ങ് പോകുന്നിടത്തെല്ലാം ഞാനും വരുമെന്ന് കർത്താവിന്റെയും അങ്ങയുടെയും നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. നീയും കൂടെ പോരുക. ദാവീദ് ഇത്തായിയോട് പറഞ്ഞു. അങ്ങനെ ഗിത്യനായ ഇത്തായി തന്റെ ആളുകളോടും കുട്ടികളോടും കൂടെ കടന്നുപോയി. ദാവീദിന്റെ അനുചരന്മാർ കടന്നുപോയപ്പോൾ ദേശനിവാസികൾ ഉച്ചത്തിൽ നിലവിളിച്ചു. രാജാവ് കിദ്രോൺ അരുവി കടന്നു.
ജനവും അരുവി കടന്ന് മരുഭൂമിയിലേക്ക് പോയി. അബിയാഥറും സാദോക്കും എല്ലാ ലേവ്യരും പുറപ്പെട്ടു. അവർ ദൈവത്തിന്റെ ഉടമ്പടിയുടെ പേടകം വഹിച്ചിരുന്നു. ജനം പട്ടണം വിട്ടുപോകും വരെ അവർ അത് താഴെ വെച്ചു. രാജാവ് സാദോക്കിനോട് പറഞ്ഞു, ദൈവത്തിന്റെ പേടകം നഗരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. കർത്താവിന്റെ പ്രീതിക്ക് ഞാൻ പാത്രമായാൽ അവിടുന്ന് എന്നെ തിരികെ വരുത്തി അവിടുത്തെ പേടകവും കൂടാരവും കാണാൻ എനിക്ക് ഇടവരുത്തും. അവിടുന്ന് എന്നിൽ പ്രസാദിക്കുന്നില്ലെങ്കിൽ ഇതാ ഞാൻ അവിടുത്തെ ഇഷ്ടം പോലെ എന്നോട് പ്രവർത്തിക്കട്ടെ. രാജാവ് പുരോഹിതനായ സാദോക്കിനോട് തുടർന്ന് പറഞ്ഞു, നിന്റെ മകൻ അഹിമാസിനോടും അബിയാഥറിന്റെ മകൻ ജോനാഥാനോടുമൊപ്പം നീയും അബിയാഥറും സമാധാനത്തോടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോവുക. നിങ്ങൾ വിവരം അറിയിക്കും വരെ മരുഭൂമിയിലുള്ള കടവിൽ ഞാൻ കാത്തിരിക്കും. അങ്ങനെ സാദോക്കും അബിയാഥറും ദൈവത്തിന്റെ പേടകം ജെറൂസലേമിലേക്ക് തിരികെ കൊണ്ടുപോയി. അവർ അവിടെ താമസിച്ചു. ദാവീദ് നഗ്നപാതനായി തലമൂടി കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. അവനോടുകൂടെ ഉള്ളവരെല്ലാം തലമൂടിയിരുന്നു. അവരും കരഞ്ഞുകൊണ്ട് അവനെ പിന്തുടർന്നു. അഹിതോഫലും അബ്സലോമിന്റെ ഗൂഢാലോചനയിൽ ചേർന്നെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവെ, അഹിതോഫലിന്റെ ആലോചന വ്യർത്ഥമാക്കണമേ. മലമുകളിൽ ദൈവത്തെ ആരാധിച്ചിരുന്ന സ്ഥലത്ത് ദാവീദ് എത്തിയപ്പോൾ അർഖ്യനായ ഹൂഷായി അങ്കി കീറിയും തലയിൽ പൂഴി വിതറിയും അവനെ എതിരേറ്റു. ദാവീദ് അവനോട് പറഞ്ഞു, നീ എന്നോടുകൂടെ പോന്നാൽ അത് എനിക്ക് ഭാരമായിരിക്കും. എന്നാൽ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന്, രാജാവേ, ഞാൻ അങ്ങയുടെ ദാസനായിരിക്കും. മുൻപ് ഞാൻ അവിടുത്തെ പിതാവിനെ സേവിച്ചതുപോലെ ഇനി ഞാൻ അങ്ങയെ സേവിക്കും എന്ന് അബ്സലോമിനോട് പറയുമെങ്കിൽ അഹിതോഫലിന്റെ ആലോചനയെ പരാജയപ്പെടുത്തി എന്നെ സഹായിക്കാൻ നിനക്ക് കഴിയും. പുരോഹിതന്മാരായ സാദോക്കും അബിയാഥറും അവിടെ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. കൊട്ടാരത്തിൽ കേൾക്കുന്നതെല്ലാം അവരെ അറിയിക്കുക. സാദോക്കിന്റെ മകൻ അഹിമാസും അബിയാഥറിന്റെ മകൻ ജോനാഥാനും അവിടെ അവരോടുകൂടെയുണ്ട്. കിട്ടുന്ന വിവരമെല്ലാം അവർ മുഖാന്തരം എന്നെ അറിയിക്കണം. അങ്ങനെ ദാവീദിന്റെ സുഹൃത്തായ ഹൂഷായി അബ്സലോം ജെറൂസലേമിലേക്ക് പ്രവേശിക്കവേ പട്ടണത്തിലെത്തി. 2 സാമുവേൽ അധ്യായം 16. ദാവീദും സീബയും. ദാവീദ് മലമുകൾ കടന്ന് കുറച്ചു ദൂരം ചെന്നപ്പോൾ മെഫിബോഷത്തിന്റെ ദാസനായ സീബയെ കണ്ടുമുട്ടി. അവന്റെ അടുക്കൽ 2 കഴുതകളുണ്ടായിരുന്നു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്കമുന്തിരിക്കുലയും 100 കുല വേനൽക്കാല ഫലങ്ങളും 1 തോൽക്കുടം വീഞ്ഞും ഉണ്ടായിരുന്നു. രാജാവ് സീബയോട് ചോദിച്ചു, ഇവയെല്ലാം നീ എന്തു ചെയ്യാൻ പോകുന്നു? കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് കയറാനും അപ്പവും പഴവും ദാസന്മാർക്ക് തിന്നാനും വീഞ്ഞ് മരുഭൂമിയിൽ വെച്ച് തളരുമ്പോൾ അവർക്ക് കുടിക്കാനുമത്രേ. സീബ മറുപടി പറഞ്ഞു, നിന്റെ യജമാനന്റെ പുത്രൻ എവിടെ? രാജാവ് അവനോട് ചോദിച്ചു. സീബ പറഞ്ഞു, അവൻ ജെറൂസലേമിൽ പാർക്കുന്നു. തന്റെ പിതാവിന്റെ സിംഹാസനം ഇസ്രായേൽക്കാർ ഇന്ന് തനിക്ക് തിരികെ തരുമെന്ന് അവൻ കരുതുന്നു. അപ്പോൾ രാജാവ് സീബയോട് കൽപ്പിച്ചു, ഇതാ മെഫിബോഷത്തിനുള്ളതെല്ലാം നിന്റേതാകുന്നു. സീബ പറഞ്ഞു, ഈ ദാസന്റെ മേൽ അങ്ങയുടെ പ്രീതി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദാവീദും ശിമെയിയും. ദാവീദ് രാജാവ് ബെഹൂരിമിൽ എത്തിയപ്പോൾ സാവൂളിന്റെ ബന്ധുവായ ഗേരയുടെ മകൻ ശിമെയി ശാപം ചൊരിഞ്ഞുകൊണ്ട് പുറപ്പെട്ടു വന്നു. അവൻ ദാവീദിന്റെയും ദാസന്മാരുടെയും നേരെ കല്ലെറിയാൻ തുടങ്ങി. അനുചരന്മാരും അംഗരക്ഷകന്മാരും രാജാവിന്റെ ഇടത്തും വലത്തും നിന്നു. ശിമെയി ശപിച്ചു പറഞ്ഞു, കൊലപാതകി, നീജ, കടന്നുപോകൂ. സാവൂളിന്റെ സ്ഥാനത്ത് വാഴുന്ന നീ അവന്റെ കുടുംബാംഗങ്ങളെ കൊന്നതിന് കർത്താവ് പ്രതികാരം ചെയ്തിരിക്കുന്നു. കർത്താവ് നിന്റെ മകൻ അബ്സലോമിന് രാജത്വം നൽകിയിരിക്കുന്നു. നിന്റെ നാശമെടുത്തു. നീ രക്തം ചൊരിഞ്ഞവനാണ്. അപ്പോൾ സെരൂയയുടെ മകൻ അബിഷായി പറഞ്ഞു, ഈ ചത്തപ്പട്ടി എന്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നുവോ? ഞാൻ അവന്റെ തല വെട്ടിക്കളയട്ടെ. എന്നാൽ രാജാവ് പറഞ്ഞു, സെരൂയ പുത്രന്മാരെ, നിങ്ങൾക്ക് എന്ത് കാര്യം? ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയുവാൻ ആർക്ക് കഴിയും? ദാവീദ് അബിഷായിയോടും തന്റെ ദാസന്മാരോടും പറഞ്ഞു, ഇതാ എന്റെ മകൻ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ ബെഞ്ചമിൻ വംശജൻ ഇങ്ങനെ ചെയ്യുന്നതിൽ പിന്നെ എന്തത്ഭുതം? അവനെ വെറുതെ വിട്ടേക്കോ. അവൻ ശപിക്കട്ടെ. കർത്താവ് കൽപ്പിച്ചതുകൊണ്ടത്രേ അവൻ ശപിക്കുന്നത്. കർത്താവ് എന്റെ കഷ്ടത കണ്ട് അവന്റെ ശാപത്തിനു പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. അങ്ങനെ ദാവീദും കൂടെയുള്ളവരും യാത്ര തുടർന്നു.
മലമുകളിൽ ദാവീദിന്റെ വഴിക്ക് സമാന്തരമായി ഷിമെയിയും നടന്നു. അവൻ ശപിക്കുകയും കല്ലും മണ്ണും വാരി എറിയുകയും ചെയ്തുകൊണ്ടിരുന്നു. രാജാവും കൂടെയുള്ളവരും ക്ഷീണരായി ജോർദാനിലെത്തി. അവർ അവിടെ വിശ്രമിച്ചു. അബ്സലോം ജെറൂസലേമിൽ. അബ്സലോമും കൂടെയുള്ള ഇസ്രായേൽക്കാരും ജെറൂസലേമിലെത്തി. അഹിതോഫെലും കൂടെയുണ്ടായിരുന്നു. ദാവീദിന്റെ വിശ്വസ്ത സുഹൃത്ത് അർഖ്യനായ ഹുഷായി അബ്സലോമിന്റെ അടുത്തു വന്ന് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. അബ്സലോം അവനോട് ചോദിച്ചു, നിന്റെ സുഹൃത്തിനോടുള്ള വിശ്വസ്തത ഇങ്ങനെയോ? അവനോടുകൂടെ പോകാഞ്ഞതെന്ത്? ഇല്ല, കർത്താവും ഈ ജനവും ഇസ്രായേലിലും തിരഞ്ഞെടുത്തവന്റെ ഭാഗത്തത്രേ ഞാൻ അവനോടുകൂടെ നിൽക്കും. എന്റെ യജമാനന്റെ മകനെയല്ലാതെ ഞാൻ ആരെ സേവിക്കും? നിന്റെ പിതാവിനെ സേവിച്ചതുപോലെ തന്നെ ഇനി ഞാൻ നിന്നെ സേവിക്കും. ഹുഷായി മറുപടി പറഞ്ഞു. അപ്പോൾ അബ്സലോം അഹിതോഫെലിനോട് പറഞ്ഞു, നമ്മൾ എന്തു ചെയ്യണം? നിനക്കെന്തു തോന്നുന്നു? അവൻ അബ്സലോമിനോട് പറഞ്ഞു, കൊട്ടാരം സൂക്ഷിക്കാൻ നിന്റെ പിതാവ് വിട്ടിട്ടുപോയ അവന്റെ ഉപനാരികളുമായി ശയിക്കുക. അങ്ങനെ നിന്റെ പിതാവിന്റെ വെറുപ്പിന് നീ പാത്രമായെന്ന് ഇസ്രായേൽ അറിയും. നിന്റെ അനുയായികൾക്ക് ഇത് ധൈര്യം കൊടുക്കും. അവർ അബ്സലോമിന് കൊട്ടാരത്തിന് മുകളിൽ ഒരു കൂടാരം ഒരുക്കി. അവിടെ ഇസ്രായേൽക്കാർ കാണുകെ അബ്സലോം തന്റെ പിതാവിന്റെ ഉപനാരികളെ പ്രാപിച്ചു. അക്കാലത്ത് അഹിതോഫെൽ നൽകിയ ഏതൊരു ഉപദേശവും ദൈവ വെളിപാട് പോലെ സ്വീകരിക്കപ്പെട്ടിരുന്നു. ദാവീദും അബ്സലോമും അവന്റെ ഉപദേശം അത്ര വിലമതിച്ചിരുന്നു. 2 സാമുവേൽ അധ്യായം 17. ഹുഷായി അബ്സലോമിനെ ചതിക്കുന്നു. അഹിതോഫെൽ അബ്സലോമിനോട് ചോദിച്ചു, 12000 പേരെയും കൂട്ടി ഇന്ന് രാത്രി ഞാൻ ദാവീദിനെ പിന്തുടരട്ടെ? അവൻ ക്ഷീണിച്ച് ധൈര്യം കെട്ടിരിക്കുമ്പോൾ ഞാൻ ചെന്ന് ആക്രമിക്കും. കൂടെയുള്ളവർ ഓടിപ്പോകും. രാജാവിനെ മാത്രം ഞാൻ കൊന്നുകളയും. മണവാട്ടി മണവാളന്റെ അടുത്തേക്ക് വരുന്നത് പോലെ അവന്റെ അനുചരന്മാരെ നിന്റെ അടുത്തേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും. ഒരാളെ മാത്രമേ നീ കൊല്ലാൻ നോക്കുന്നുള്ളൂ, മറ്റെല്ലാവരും സുരക്ഷിതരായിരിക്കും. അബ്സലോമിനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർക്കും ഈ ഉപദേശം ഇഷ്ടപ്പെട്ടു. അബ്സലോം പറഞ്ഞു, അർഖ്യനായ ഹുഷായിയെ വിളിക്കുക, അവൻ എന്തു പറയുന്നുവെന്ന് കേൾക്കാം. അവൻ എത്തിയപ്പോൾ അബ്സലോം പറഞ്ഞു, അഹിതോഫെലിന്റെ ഉപദേശം ഇതാണ്. ഇത് നാം സ്വീകരിക്കണമോ അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് നീ പറയുക. ഹുഷായി പറഞ്ഞു, ഇക്കുറി അഹിതോഫെലിന്റെ ഉപദേശം പറ്റിയില്ല. അവൻ തുടർന്നു, നിന്റെ പിതാവും അനുയായികളും ധീരന്മാരാണ്. കുട്ടികൾ അപഹരിക്കപ്പെട്ട പെൺകരടിയെ പോലെ അവർ ക്ഷോഭിച്ചിരിക്കുകയാണെന്ന് നിനക്കറിയാം. കൂടാതെ നിന്റെ പിതാവ് യുദ്ധനിപുണനാണ്. അവൻ അനുചരന്മാരോടുകൂടെ രാത്രി പാർക്കുകയില്ല. ഇപ്പോൾ തന്നെ വല്ല ഗുഹയിലോ മറ്റെവിടെയെങ്കിലുമോ അവൻ ഒളിച്ചിരിക്കുകയായിരിക്കും. ദാവീദിന്റെ ആക്രമണത്തിൽ നിന്റെ അനുയായികൾ ആരെങ്കിലും മരിച്ചെന്ന് കേട്ടാൽ നിന്റെ ആളുകൾ കൂട്ടക്കൊലയ്ക്ക് ഇരയായെന്ന് വാർത്ത പരക്കും. അപ്പോൾ നിന്റെ പടയാളികളിൽ സിംഹത്തെ പോലെ നിർഭയരായവർക്കു പോലും ചാഞ്ചല്യമുണ്ടാകും. നിന്റെ പിതാവ് വീരനും കൂടെയുള്ളവർ പരാക്രമികളുമാണെന്ന് ഇസ്രായേലിൽ ആർക്കും അറിയാം. എന്റെ ഉപദേശം ഇതാണ്. ദാൻ മുതൽ ബെർശബ വരെ കടൽക്കരയിലെ മണൽത്തരി പോലെ അസംഖ്യമായ ഇസ്രായേലിയരെ ഒരുമിച്ച് കൂട്ടി നീ തന്നെ അവരെ യുദ്ധത്തിൽ നയിക്കണം. ദാവീദ് എവിടെയായിരുന്നാലും നമുക്ക് അവനെ കണ്ടുപിടിക്കാം. നിലത്ത് മഞ്ഞുതുള്ളി വീഴുന്നത് പോലെ നാം അവന്റെ മേൽ ചാടി വീഴും. അവനോ കൂടെയുള്ളവരോ ജീവനോടെ ശേഷിക്കുകയില്ല. അവൻ ഏതെങ്കിലും പട്ടണത്തിലേക്ക് പിൻവാങ്ങിയാൽ എല്ലാ ഇസ്രായേൽക്കാരും കൂടി ആ പട്ടണത്തെ വടം കൊണ്ട് കെട്ടി താഴ്വരയിലേക്ക് വലിച്ചിടും. ഒരൊറ്റ കൽക്കഷ്ണം പോലും അവിടെ ശേഷിക്കുകയില്ല. അർഖ്യനായ ഹുഷായിയുടെ ആലോചന അഹിതോഫലിന്റേതിനേക്കാൾ മെച്ചം തന്നെ. അബ്സലോമും എല്ലാ ഇസ്രായേലിയരും പറഞ്ഞു. അബ്സലോമിന് അനർത്ഥം വരേണ്ടതിന് അഹിതോഫലിന്റെ നല്ല ആലോചന സ്വീകരിക്കപ്പെടാതിരിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. പിന്നെ അഹിതോഫൽ അബ്സലോമിനും ഇസ്രായേൽ നേതാക്കന്മാർക്ക് നൽകിയ ഉപദേശത്തെക്കുറിച്ചും താൻ നൽകിയ ഉപദേശത്തെക്കുറിച്ചും ഹൂഷായി പുരോഹിതന്മാരായ സാദോക്കിനോടും അബിയാഥറിനോടും പറഞ്ഞു. രാജാവും ആളുകളും കൊല്ലപ്പെടാതിരിക്കാൻ മരുഭൂമിയിലെ കടവിൽ രാത്രി കഴിച്ചുകൂട്ടാതെ പെട്ടെന്ന് നദി കടന്നു പോകാൻ ദാവീദിനെ ഉടൻ തന്നെ അറിയിക്കുക. ഹൂഷായി ആവശ്യപ്പെട്ടു. പട്ടണത്തിൽ വെച്ച് തങ്ങളെ ആരും കാണാതെ ജോനാഥാനും അഹീമാസും എൻറോഗലിൽ കാത്തു നിൽക്കുകയായിരുന്നു. ഒരു വേലക്കാരി ചെന്ന് സംഭവിക്കുന്നതെല്ലാം അവരെ അറിയിക്കും. അവർ ചെന്ന് ദാവീദ് രാജാവിനോട് പറയും. എന്നാൽ ഇപ്രാവശ്യം ഒരു ബാലൻ അവരെ കണ്ടു. അവൻ അബ്സലോമിനോട് പറഞ്ഞു. അതുകൊണ്ട് അവരിരുവരും വേഗം പോയി ബഹൂറിമിൽ ഒരു വീട്ടിൽ ചെന്നു. അവിടെ മുറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു. അവർ അതിൽ ഒളിച്ചിരുന്നു.
വീട്ടുകാരി കിണറിന് മുകളിൽ മൂടുവിരിയിട്ട് അതിൽ ധാന്യം നിരത്തി. അങ്ങനെ സംഗതി ആരും അറിയാനിടയായില്ല. അബ്സലോമിന്റെ ഭൃത്യന്മാർ ആ വീട്ടിൽ വന്ന് സ്ത്രീയോട് ചോദിച്ചു, അഹിമാസും ജോനാഥാനും എവിടെ? അവൾ പറഞ്ഞു, അവർ നദി കടന്നുപോയി. അവർ അവരെ അന്വേഷിച്ചിട്ട് കാണായികയാൽ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ പോയപ്പോൾ ജോനാഥാനും അഹിമാസും കിണറ്റിൽ നിന്ന് കയറി ചെന്ന് ദാവീദ് രാജാവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് അതിവേഗം അക്കരെ കടക്കുക. അഹിതോഫെൽ നിനക്കെതിരായി ആലോചന നടത്തിയിരിക്കുന്നു. അപ്പോൾ ദാവീദും കൂടെയുള്ളവരും ജോർദാൻ കടന്നു. നേരം വെളുക്കാറായപ്പോഴേക്കും എല്ലാവരും ജോർദാൻ കടന്നു. തന്റെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ അഹിതോഫെൽ കഴുതയ്ക്ക് ജീനിയിട്ട് തന്റെ പട്ടണത്തിലേക്ക് പോയി. വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിനു ശേഷം അവൻ തൂങ്ങി മരിച്ചു. അവനെ കുടുംബക്കല്ലറയിൽ അടക്കി. ദാവീദ് മഹനയീമിലെത്തി. അബ്സലോം എല്ലാ ഇസ്രായേലിയരോടുമൊപ്പം ജോർദാൻ കടന്നു. യോവാബിനു പകരം അമാസയെ അബ്സലോം സേനാധിപതിയാക്കിയിരുന്നു. അമാസ ഇസ്മായേല്യനായ ഇത്രായുടെ മകനായിരുന്നു. നഹാഷിന്റെ മകളും യോവാബിന്റെ അമ്മ സെരൂയയുടെ സഹോദരിയുമായ അബീഗൽ ആയിരുന്നു അവന്റെ ഭാര്യ. ഇസ്രായേല്യരും അബ്സലോമും ഗിലെയാദ് ദേശത്ത് താവളമടിച്ചു. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യ നഗരമായ റബ്ബായിൽ നിന്നുള്ള നഹാഷിന്റെ മകൻ ഷോബിയും ലോദേബാറിൽ നിന്നുള്ള അമ്മിയേലിന്റെ മകൻ മാക്കീറും റോഗേലിമിൽ നിന്നുള്ള ഗിലെയാദുകാരൻ ബെർസിലായിയും കിടക്ക, തളികകൾ, മൺപാത്രങ്ങൾ ഇവയും ദാവീദിനും കൂടെയുള്ളവർക്കും ഭക്ഷിക്കാൻ ഗോതമ്പ്, യവം, മാവ്, മലർ, അമരിക്ക, പയർ, തേൻ, തൈര്, ആട്, പാൽക്കട്ടി മുതലായവയും കൊണ്ടുവന്നു. മരുഭൂമിയിൽ ദാവീദിനും കൂടെയുള്ളവർക്കും വിശപ്പും ദാഹവും ക്ഷീണവും ഉണ്ടായിരിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. 2 സാമുവേൽ അധ്യായം 18. അബ്സലോം വധിക്കപ്പെടുന്നു. ദാവീദ് കൂടെയുള്ളവരെ ഗണം തിരിച്ച് അവർക്ക് സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു. അവരെ 3 തിരിച്ച് യോവാബിന്റെയും അവന്റെ സഹോദരനും സെരൂയയുടെ പുത്രനുമായ അബിഷായിയുടെയും ഹിത്യനായ ഇത്തായിയുടെയും നേതൃത്വത്തിൽ അയച്ചു. ഞാനും നിങ്ങളോടുകൂടെ വരും എന്ന് രാജാവ് അനുചരന്മാരോട് പറഞ്ഞു. അവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരരുത്. ഞങ്ങൾ തോറ്റോടിയാൽ ശത്രുക്കൾ അത് ഗണ്യമാക്കുകയില്ല. ഞങ്ങളിൽ പകുതി പേർ മരിച്ചാലും അവർ കാര്യമാക്കുകയില്ല. അങ്ങ് ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യനത്രേ. ആകയാൽ അങ്ങ് പട്ടണത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് സഹായം എത്തിക്കുന്നതാണ് നല്ലത്. രാജാവ് പറഞ്ഞു, ഉചിതമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ചെയ്യാം. രാജാവ് പടിവാതിൽക്കൽ നിന്നു. 100കളുടെയും 1000ങ്ങളുടെയും ഗണമായി സൈന്യം കടന്നുപോയി. രാജാവ് യോവാബിനോടും അബിഷായിയോടും ഇത്തായിയോടും കൽപ്പിച്ചു, യുവാവായ അബ്സലോമിനോട് എന്നെ പ്രതി മയമായി പെരുമാറുക. ഈ കൽപ്പന സൈന്യമെല്ലാം കേട്ടു. സൈന്യം ഇസ്രായേലിനെതിരെ പുറപ്പെട്ടു. എഫ്രായിം വനത്തിൽ വെച്ച് അവരുമായി ഏറ്റുമുട്ടി. ദാവീദിന്റെ പടയാളികൾ ഇസ്രായേൽക്കാരെ ദയനീയമായി തോൽപ്പിച്ചു. 20,000 പേരെ അന്ന് വകവരുത്തി. യുദ്ധം ദേശമെല്ലാം വ്യാപിച്ചു. വാളിനിരയായവരെക്കാൾ കൂടുതൽ പേരെ അന്ന് വനം വിഴുങ്ങി. അബ്സലോം ദാവീദിന്റെ പടയാളികളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അവൻ കോവർ കഴുതപ്പുറത്ത് ഓടിച്ചു പോവുകയായിരുന്നു. അത് ഒരു വലിയ ഓക്കുമരത്തിന്റെ കീഴിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ തലമുടി മരക്കൊമ്പിൽ കുരുങ്ങി. കോവർ കഴുത ഓടിപ്പോയി. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ തൂങ്ങി നിന്നു. ഒരുവൻ അത് കണ്ട് യോവാബിനോട് പറഞ്ഞു, അബ്സലോം ഒരു ഓക്കുമരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. യോവാബ് പറഞ്ഞു, എങ്കിൽ അവിടെ വച്ച് തന്നെ അവനെ കൊന്നുകളയാഞ്ഞതെന്ത്? ഞാൻ നിനക്ക് 10 വെള്ളി നാണയങ്ങളും ഒരു അരപ്പട്ടയും തരുമായിരുന്നല്ലോ. അവൻ യോവാബിനോട് പറഞ്ഞു, നീ എനിക്ക് 1000 വെള്ളി നാണയങ്ങൾ തന്നാലും ഞാൻ രാജകുമാരനെതിരെ കരമുയർത്തുകയില്ല. യുവാവായ അബ്സലോമിനെ എന്നെ പ്രതി സംരക്ഷിക്കുക എന്ന് രാജാവ് നിന്നോടും അബിഷായിയോടും ഇത്തായിയോടും കൽപ്പിക്കുന്നത് ഞങ്ങളെല്ലാം കേട്ടതാണ്. മറിച്ച് അവനെതിരെ വഞ്ചന കാട്ടിയിരുന്നെങ്കിൽ രാജാവ് അത് അറിയുകയും നീ കൈയൊഴിയുകയും ചെയ്യുമായിരുന്നു. നിന്നോട് സംസാരിച്ച് ഞാൻ സമയം പാഴാക്കുകയില്ല എന്ന് പറഞ്ഞ് യോവാബ് 3 കുന്തമെടുത്ത് ഓക്കുമരത്തിൽ ജീവനോടെ തൂങ്ങിക്കിടന്ന അബ്സലോമിന്റെ നെഞ്ചിൽ കുത്തിയിറക്കി. യോവാബിനെ ആയുധവാഹകരായ 10 പേർ അബ്സലോമിനെ വളഞ്ഞ് അവനെ അടിച്ചു കൊന്നു. യോവാബ് കാഹളം മുഴക്കി. തിരികെ വിളിക്കപ്പെട്ട സൈന്യം ഇസ്രായേൽക്കാരെ ആക്രമിക്കുന്നത് മതിയാക്കി. അവർ അബ്സലോമിനെ വനത്തിൽ ഒരു വലിയ കുഴിയിൽ എറിഞ്ഞു കളഞ്ഞു. അവനു മീതെ വലിയൊരു കൽക്കൂമ്പാരം കൂട്ടി. ഇസ്രായേൽക്കാരെല്ലാം താന്താങ്ങളുടെ വീട്ടിലേക്ക് ഓടിപ്പോയി.
എന്റെ പേര് നിലനിർത്താൻ എനിക്കൊരു പുത്രൻ ഇല്ലെന്ന് പറഞ്ഞ് അബ്സലോം തന്റെ ജീവിതകാലത്ത് തന്നെ രാജാവിന് താഴ്വരയിൽ തനിക്കൊരു സ്മാരക സ്തംഭം നിർമ്മിച്ചിരുന്നു. അതിന് തന്റെ പേർ തന്നെ നൽകി. ഇന്നും അത് അബ്സലോമിന്റെ സ്മാരകം എന്നറിയപ്പെടുന്നു. സാദോക്കിന്റെ മകൻ അഹിമാസ് പറഞ്ഞു, കർത്താവ് രാജാവിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന സദ്വാർത്ത ഞാൻ ഓടിച്ചെന്ന് അവനെ അറിയിക്കട്ടെ. യോവാബ് പറഞ്ഞു, വേണ്ട, ഇന്ന് സദ്വാർത്തയുമായി നീ പോകേണ്ട, മറ്റൊരു ദിവസമാകാം. രാജകുമാരൻ മരിച്ചതിനാൽ ഇന്ന് വേണ്ട. പിന്നെ യോവാബ് കുഷ്യനോട് പറഞ്ഞു, നീ കണ്ടത് ചെന്ന് രാജാവിനോട് പറയുക. അവൻ യോവാബിനെ വണങ്ങി ഓടിപ്പോയി. സാദോക്കിന്റെ മകൻ അഹിമാസ് യോവാബിനെ വീണ്ടും നിർബന്ധിച്ചു, എന്തും വരട്ടെ, കുഷ്യന്റെ പിന്നാലെ ഓടിപ്പോയി ഈ വാർത്ത ഞാനും അറിയിക്കട്ടെ. യോവാബ് പറഞ്ഞു, മകനെ, നീ എന്തിന് ഇത് ചെയ്യണം? നിനക്ക് ഇതിന് പ്രതിഫലമൊന്നും കിട്ടുകയില്ലല്ലോ. അവൻ പറഞ്ഞു, എന്തുമാകട്ടെ, ഞാൻ പോകും. യോവാബ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ പൊയ്ക്കൊള്ളുക. അഹിമാസ് സമതലം വഴി കുഷ്യന്റെ മുന്നിലെത്തി. ദാവീദ് പടിപ്പുരകൾക്കിടയിൽ ഇരിക്കുകയായിരുന്നു. കാവൽക്കാരൻ മതിലിനു മീതെ പടിപ്പുരയുടെ മുകളിൽ കയറി നോക്കി. ഒരുവൻ തനിയെ ഓടിവരുന്നു. കാവൽക്കാരൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞു. രാജാവ് പറഞ്ഞു, അവൻ തനിച്ചെങ്കിൽ സദ്വാർത്ത കൊണ്ടുവരുന്നു. അവൻ അടുത്തടുത്ത് വന്നു. മറ്റൊരുവൻ ഓടിവരുന്നതും കാവൽക്കാരൻ കണ്ടു. അവൻ പടിപ്പുരയിലേക്ക് വിളിച്ചു പറഞ്ഞു, അതാ മറ്റൊരുവനും തനിയെ ഓടിവരുന്നു. രാജാവ് പറഞ്ഞു, അവനും സദ്വാർത്ത കൊണ്ടുവരുന്നു. കാവൽക്കാരൻ പറഞ്ഞു, മുമ്പേ ഓടിവരുന്നവൻ സാദോക്കിന്റെ മകൻ അഹിമാസിനെ പോലെ ഇരിക്കുന്നു. രാജാവ് പ്രതിവചിച്ചു, അവൻ നല്ലവനാണ്, അവൻ സദ്വാർത്ത കൊണ്ടുവരുന്നു. അഹിമാസ് രാജാവിനോട് വിളിച്ചു പറഞ്ഞു, എല്ലാം ശുഭം. അവൻ രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു പറഞ്ഞു, എന്റെ യജമാനനായ രാജാവിനെതിരെ കരമുയർത്തിയവരെ ഏൽപ്പിച്ചു തന്ന അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. രാജാവ് ചോദിച്ചു, അബ്സലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ? അഹിമാസ് പറഞ്ഞു, യോവാബ് എന്നെ അയക്കുമ്പോൾ വലിയൊരു ബഹളം കണ്ടു, എന്നാൽ അതെന്തെന്ന് എനിക്കറിയില്ല. രാജാവ് പറഞ്ഞു, നീ അങ്ങോട്ട് മാറി നിൽക്കുക. അവൻ മാറി നിന്നു. പിന്നെ കുഷ്യനെത്തി. രാജാവിനോട് പറഞ്ഞു, എന്റെ യജമാനനായ രാജാവിന് സദ്വാർത്ത. അങ്ങേക്കെതിരെ ഉയർന്ന എല്ലാവരുടെയും പിടിയിൽ നിന്ന് കർത്താവ് അങ്ങയെ മോചിപ്പിച്ചിരിക്കുന്നു. രാജാവ് കുഷ്യനോട് ചോദിച്ചു, അബ്സലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ? അവൻ പറഞ്ഞു, അവന് സംഭവിച്ചത് യജമാനന്റെ എല്ലാ ശത്രുക്കൾക്കും അങ്ങേക്കെതിരെ ഉയരുന്ന എല്ലാവർക്കും സംഭവിക്കട്ടെ. രാജാവ് വികാരാധീനനായി പടിപ്പുര മുകളിൽ കയറി വിലപിച്ചു. പോയ വഴി അവൻ പറഞ്ഞു, എന്റെ മകനെ അബ്സലോമേ, എന്റെ മകനെ, എന്റെ മകനെ അബ്സലോമേ, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ, എന്റെ മകനെ അബ്സലോമേ, എന്റെ മകനെ.